എത്ര ഓർഡേഴ്സ് ഇവിടെ ട്രിഗർ ആയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് ഇവിടെ കിട്ടും. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. കാര്യം ഇത് ഫിൽ ആവാനുള്ള ചാൻസ് ഹൈ ആണ്. കാര്യം ഞാൻ എപ്പോഴും അത് ലൈവ് കാണിച്ചിട്ടുണ്ട്. മിക്കവാറും അന്നത്തെ ഡേ തന്നെ അത് ഫിൽ ആവാനുള്ള ചാൻസ് ഹൈ ആണ്. ഒരു 80% കേസും അന്ന് തന്നെ ഇംബാലൻസസ് ഫിൽ ആവും. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അത്രേ ഉള്ളൂ. ഈ ഒരു ഏരിയയോ അല്ലെങ്കിൽ ഇതും ബെറ്റർ ആണ്, ഇതും ബെറ്റർ ആണ്. ഇതിൽ ഏതെങ്കിലും പ്ലാൻ വർക്കൗട്ട് ആവുമോ നമുക്ക് നോക്കാം. ആരെങ്കിലും ട്രേഡ് എടുത്തായിരുന്നോ രാവിലെ? എടുത്തോ? ഏതിലെടുത്ത? ബൈ ആണോ? ബൈ. ഓക്കെ. എനിക്ക് ബൈ ആണ്. ബാങ്ക് 1:4. ഓ, പോസ്റ്റ് കോസ്റ്റ് ബ്രേക്ക് ഇവൻ. കാർത്തിക് രാവിലെ ബ്രേക്ക് ഇവൻ ആയിരുന്നല്ലോ. 12:20 എൻട്രൽ. ഏതിലെടുത്ത? ഇത് അത്യാവശ്യം ഭയങ്കര മാസീവ് ഓർഡേഴ്സ് ഒക്കെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതാ തുടങ്ങാൻ ലേറ്റ് ആയത്. എന്താ കാണിക്കുന്നതെന്ന്. നോർമലി വരുന്നതിന്റെ 5x 10x ഓർഡേഴ്സ് ഒക്കെ വന്നു ബാങ്ക് നിഫ്റ്റിയിലൊപ്പം. ബൈ തന്നെയാണ് വന്നോണ്ടിരിക്കുന്നത്. മോർണിംഗ് എൻട്രി ഇല്ലായിരുന്നു. അതിന് മോർണിംഗ് തന്നെ മൊത്തം മാർക്കറ്റ് എന്തൊക്കെയോ ഓർഡേഴ്സ് ഒക്കെ വന്നോണ്ടിരുന്നു. പ്ലാൻ ഞാൻ പറയാം. ഈ ഒരു ക്യാൻഡിൽ ഒരു ക്ലോസ് ആവട്ടെ. ഓക്കെ, ഒരു പ്ലാൻ പറയാം. ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം മോർണിംഗ് തൊട്ട് നല്ല രീതിയിൽ ബയ്യേഴ്സ് വരുന്നുണ്ട്. സോ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാം. ഈ ഒരു ഏരിയയോ അല്ലെങ്കിൽ ഇതും ബെറ്റർ ആണ്, ഇതും ബെറ്റർ ആണ്. ഇതിൽ ഏതെങ്കിലും പ്ലാൻ വർക്കൗട്ട് ആവുമോ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ബൈ. പ്ലാൻ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ക്ലിയർ. അതല്ല കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു. പ്ലാൻ ബൈ ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ ബൈ. വോയിസ് കേൾക്കാം. വോയിസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? നിഫ്റ്റി നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നാലും ബൈ നോക്കാം. ബട്ട് ബെറ്റർ എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി ആയിരിക്കും. ഞാൻ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ നോക്കുന്നുണ്ട്. അപ്പൊ കറന്റ്ലി ഇപ്പം സെറ്റപ്സ് ഒന്നുമില്ല. ഡയറക്ഷൻ ബൈ. പിന്നെ നിഫ്റ്റി ഈ ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അത് ഈ പ്രോപ്പർ സെറ്റപ്സ് ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ഇതുവരെയുള്ള സെല്ല് ക്യാച്ച് ചെയ്യാൻ നോക്കിയാണ്. മെയിനായിട്ട് ഞാൻ നോക്കുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിലാണ് അത്ര ഓർഡേഴ്സ് ഉള്ളത്. അപ്പൊ ഒരു എൻട്രി കിട്ടി അത്യാവശ്യം നല്ല പോയിന്റ് മാറാനുള്ള ചാൻസ് ഉണ്ട്. ബ്രോ പിന്നെ ഫിബ് എന്ന് പറഞ്ഞൊന്നുമില്ല. അതൊരു എന്താ പറയുന്നത്, ഒരു കൈൻഡ് ഓഫ് ലെവൽസ് ആണ്. അതായത് ഇപ്പം നോർമലി അത് പല രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. തിങ്സ് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇതിൽ കുറെ മെഷർമെന്റ്സ് ഉണ്ട്. ഈ ഓരോ മെയിൻ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഈ ഗോൾഡൻ ലെവലാണ്, അല്ലെങ്കിൽ അതിന്റെ 50% നോക്കാനാണ്. അപ്പം ഒരു പുഷ് ഉണ്ടായാൽ അത് എക്സോഷൻ നടക്കാനായിട്ട് അതിന്റെ റെസ്പെക്ട് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ അതല്ലാണ്ട് SMC കാരാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അതായത് ഈ 50% മുകളിലോട്ട് പ്രീമിയം, ഇതിന്റെ താഴോട്ട് ഡിസ്കൗണ്ടും. അപ്പം പ്രൈസ് എപ്പോഴും ഡിസ്കൗണ്ട് വീണ്ടും ഓർഡേഴ്സ് കളക്ട് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ രീതി. ഫിബ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മെഷർമെന്റ്സ് ആണ്. അത് എല്ലാത്തിലും ആപ്ലിക്കബിൾ ആണ്. ഇപ്പം ഈ അതിന് കണക്കെടുത്ത് കാലിന്റെ ലെങ്ത് കറക്റ്റ് ഓരോ മെഷർമെന്റ്സ് ഉണ്ട് ഫിബിന്റെ ബേസിൽ. ആ ഒരു കാൽക്കുലേഷൻ പറയുന്നത് അത് ട്രേഡിങ്ങിലോട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അതാണ് ഇതിന്റെ ഹിസ്റ്ററി. നോർമലി ഇത് സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓരോ ലെവൽസ്, ഇതിൽ കുറെ ലെവൽസ് കിട്ടുന്നുണ്ട്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഇതെല്ലാം ഓൺ ആക്കി വെക്കുക. ഇതിൽ ഞാൻ 1, 2, 3 നോക്കി. ഓവറോൾ ഹയർ ടൈം ഫ്രെയിം ഡെയിലി ബേസിസിലൊക്കെ പ്രൈസ് നിൽക്കുന്നതെന്നൊക്കെ ചില സമയത്ത് ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല ഈ സാധനം. പക്ഷെ ഇത് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഇതൊരു സ്വിംഗ് ആണ്. ഓവറോൾ നമുക്ക് അപ് ട്രെൻഡ് ആണെന്ന് വെച്ചു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്ട്രക്ചർ വൈസ് ആണെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ആയി. അപ്പൊ നെക്സ്റ്റ് പ്രൈസ് എവിടെ നിന്നാണ് എക്സോഷൻ നടക്കാൻ സാധ്യത എന്ന് നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫിബ് യൂസ് ചെയ്യാം. തൊട്ട് ഈ ലോ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഈ 62, 70 ഒക്കെ മെയിൻ ആയിട്ടുള്ള ലെവൽസ് ആണ്. ഇത് മാത്രം ബേസ് ചെയ്ത് ട്രേഡ് എടുക്കരുത്. നിങ്ങൾക്ക് വേറെ കോൺഫ്ലുവൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്തെങ്കിലും ഒരു നിങ്ങളുടെ സോൺ ഉണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ടോ റെസിസ്റ്റൻസോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ കോൺഫ്ലുവൻസ് ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ബെറ്റർ ആയിരിക്കും. അത്രേ ഉള്ളൂ. നൈസ് എക്സ്പീരിയൻസ്. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചോദിച്ചോ. നിങ്ങൾക്ക് ട്രേഡ് വരുന്ന വരെ സമയം. ഇപ്പോൾ ഗോ ചാർട്ടിങ്ങിൽ ഓർഡർ നോക്കുന്നത് ഡീറ്റെയിൽ ആയി ഒന്ന് പറയാമോ? എങ്ങനെ എൻട്രി ഡിസൈഡ് ചെയ്യുന്നത്? ഗോ ചാർട്ടിൽ ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഓർഡേഴ്സ് ആണ്. നിങ്ങൾ ഇവിടെ കാണുന്ന ക്യാൻഡിൽസ് ഇല്ലേ, ഈ ക്യാൻഡിൽസിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ആയിട്ടാണ് കാണുന്നത്.
അതിന്റെ മീനിങ് നമുക്ക് ഇവിടെ ബയേഴ്സ് കയറിയിട്ടുണ്ട് എന്നാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആക്ച്വലി അവിടെ ബയേഴ്സ് മാത്രമല്ലല്ലോ, അവിടെ ബയേഴ്സും ഉണ്ട് സെല്ലേഴ്സും ഉണ്ട്. കാര്യം ഇതിപ്പോ ഒരു ലോവർ ടൈം ഫ്രെയിം പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതില് റെഡ് ക്യാൻഡിൽസ് കാണാൻ പറ്റും. അപ്പൊ അറ്റ് എ ടൈം മാർക്കറ്റിൽ ബൈയും സെല്ലും, ഫോർ എക്സാമ്പിൾ ഈവൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ല അങ്ങനെ ഹെഡ്ജ് ഫണ്ട്സ് അവരൊക്കെ ആണെങ്കിൽ പോലും ബൈ മാത്രം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്നത്തെ മാർക്കറ്റിൽ ഇപ്പൊ ഇവര് ബൈ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മീൻസ് മാർക്കറ്റ് ഫുൾ ബൈ ആണ്. അപ്പൊ ഇവര് ബൈ മാത്രമാണെങ്കിൽ ഈവൻ നമ്മളെ ക്യാൻഡിൽ സ്റ്റിക്സ് പോലും എല്ലാം ഗ്രീൻ ക്യാൻഡിൽ ആവണ്ടേ. കാര്യം ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തു, അപ്പോഴാണല്ലോ ഗ്രീൻ ക്യാൻഡിൽ വരുന്നത്. ഓപ്പൺ താഴെയും മുകളിൽ ക്ലോസും ചെയ്യണം. പക്ഷെ അങ്ങനെയല്ല ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇത് ഈ മാർക്കറ്റ് എപ്പോഴും ഫ്രാക്ടൽ നേച്ചർ ആണ്. അതായത് നിങ്ങൾ ഈ ഹയർ ടൈം ഫ്രെയിമിൽ കാണുന്ന സാധനം തന്നെ ആയിരിക്കും 50 മിനിറ്റ്സിൽ കാണുന്ന സെയിം സാധനം നിങ്ങൾക്ക് 1 മിനിറ്റ്. ഇപ്പം ആക്ച്വലി അവിടെ ബയേഴ്സും സെല്ലേഴ്സും എല്ലാം ഉണ്ട്. അപ്പൊ അതിനെ ഇൻഫ്ലുവൻസസ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതില് ഒരു നല്ലൊരു ക്യാൻഡിൽ 1.4 ക്യാൻഡിൽ ഞാനിപ്പം ഓക്കെ 11 നിഫ്റ്റിയുടെ ക്യാൻഡിൽ നോക്കുകയാണ്. അപ്പം ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്ന എന്താണ്, കുറെ ഒരു മൊമെന്റം വന്നിട്ടുണ്ട്, കുറെ ബയേഴ്സ് കയറിയിട്ടുണ്ട്. ഈ ഒരു നോളജ് ആണല്ലോ നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷെ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ആക്ച്വലി ബയേഴ്സ് ഉണ്ടായിരുന്നു, ഓക്കെ സെല്ലേഴ്സ് ഉണ്ടായിരുന്നു, എത്രത്തോളം ബയേഴ്സ് ഉണ്ടായിരുന്നു, ഇവിടെ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടോ, ഈ ഡേറ്റ ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ എനിക്കിത് കൺഫേം ചെയ്യാൻ പറ്റും ഇവിടെ ആക്ച്വലി ബയേഴ്സ് ആണ് കയറിയിട്ടുള്ളതെന്ന്. എനിക്ക് എത്ര ബയേഴ്സ്, എത്ര ഓർഡേഴ്സ് ഇവിടെ ട്രിഗർ ആയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് ഇവിടെ കിട്ടും. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ചില സമയങ്ങളിൽ ഇത്ര ഓർഡേഴ്സ് ഒന്നും കാണില്ല, ചിലപ്പോൾ ഭയങ്കര ഒരു വലിയ മൊമെന്റം ക്യാൻഡിൽ കാണും. ഓപ്ഷൻ ചാർട്ടിൽ അത് വലിയ മൂവ്മെന്റ് ഒന്നും അത്ര മൂവ്മെന്റ് ഒന്നും കാണത്തില്ല, പെട്ടെന്ന് തന്നെ അത് റാപ്പാണ്. അപ്പൊ പ്രൈസ് ഈ ഒരു ഏരിയയുടെ മുകളിലാണോ നിൽക്കുന്നത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും ഓർഡേഴ്സ് ഇവിടെ ട്രിഗർ ആയിട്ടുണ്ട്. അപ്പൊ ബയേഴ്സ് ആണോ കൺട്രോൾ ചെയ്യുന്നത്, സെല്ലേഴ്സ് ആണോ കൺട്രോൾ ചെയ്യുന്നത്, അതനുസരിച്ചിട്ടുള്ള ഓവറോൾ ഡെൽറ്റ എങ്ങനെയാണ്. ഇവിടെ ഈവൻ സെല്ലേഴ്സും ഉണ്ട്. ഇവിടെ കണ്ടാൽ സെൽ ഓർഡേഴ്സ് ആണ്, ആരാണ് ഡോമിനേറ്റ് ചെയ്തത്, ഇങ്ങനെയുള്ള ഒരു ഇൻഡെപ്ത് ഡേറ്റയും കൂടെ നമുക്ക് കിട്ടും. ഇത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓവറോൾ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഇതൊരു ഇംബാലൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഇവിടെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് എപ്പോഴും ഫിൽ ആവണമെന്നില്ല. പക്ഷെ ഇവിടെ കണ്ടോ ഈ ഒരു ചെറിയൊരു ഏരിയയിൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഇതിലെ ഇംബാലൻസ് ഇതാണ്. ഇത് ഫിൽ ചെയ്യാനുള്ള ചാൻസ് ഹൈ ആണ്. അപ്പൊ എനിക്കൊരു ഡയറക്ഷൻ ഓവറോൾ ബൈ ആണ്. ഇവിടെ ഇപ്പം ഈ ഒരു ഏരിയയിലാണ് എൻ്റെ ചുമ്മാ റാൻഡംലി എനിക്ക് ഈ ഒരു ഏരിയയിൽ എൻ്റെ ഒരു സോൺ ഓർഡേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്നാണ് ബൈ നോക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ എടുക്കില്ല. ഞാൻ ഫസ്റ്റ് വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ പ്രൈസ് വരാനായിരിക്കും, ഇവിടെ നിന്നായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ മേ ബി ഈ റിയാക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുക. കാര്യം ഇത് ഫില്ലാവാനുള്ള ചാൻസ് ഹൈ ആണ്. കാര്യം ഞാൻ എപ്പോഴും അത് ലൈവ് കാണിച്ചിട്ടുണ്ട്. മിക്കവാറും അന്നത്തെ ഡേ തന്നെ അത് ഫില്ലാവാനുള്ള ചാൻസ് ഹൈ ആണ്. ഒരു 80% കേസും അന്ന് തന്നെ ഇംബാലൻസസ് ഫില്ലാവും. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് മാത്രം ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കുക. അല്ലാണ്ട് ഇവിടെ ഇത്ര ഓർഡർ വന്നു, ഓക്കെ സോ അപ്പൊ ഇന്ന് ബൈ എടുക്കാം, അങ്ങനെയല്ല പ്ലാൻ ചെയ്യുന്നത്. ഈ ഓർഡേഴ്സ് നമ്മളെ സെറ്റപ്സുമായിട്ട് കമ്പൈൻ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഏത് പ്ലാൻ എടുത്താലും അതൊക്കെ കാണാം. ഏത് പ്ലാൻ എടുത്താലും പ്ലാൻസ് വരുന്നത് ഇപ്പൊ NSE, ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റില് പിന്നെ NSEയുടെ ഡേറ്റ കിട്ടാനും, പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കമ്മോഡിറ്റി, പിന്നെ അതല്ലാണ്ട് ഫോറക്സിന് ഏത് പ്ലാൻ ആണോ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇതാണെങ്കിൽ എനിക്കൊന്നൊരു 1200 1500 അതിനകത്ത് എന്തോ ഉള്ളൂ ഇത് എടുക്കാനാണ് ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ. ഇപ്പം നമ്മള് US സ്റ്റോക്കിന്റെ അതാണ് ഞാൻ എടുക്കുന്നത്. അതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 3500 to 4000 ആവും മന്ത്ലി. ബാങ്ക് നിഫ്റ്റിയിൽ ആക്ച്വലി അല്ല, നിഫ്റ്റിയിൽ ഇതുവരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി നല്ല ബുള്ളിഷ് ആണ് ആക്ച്വലി. ഇപ്പം ഇത് കയറി കൗണ്ടർ, പക്ഷെ അവിടെ വരാനുള്ള റീസൺ ഇതിലില്ല. മീൻസ് ഇവിടെയൊക്കെ ഇപ്പൊ കണ്ട ഇംബാലൻസ് ഉണ്ടായിരുന്നു ഈ ഏരിയ. അപ്പൊ ഇവിടെയൊക്കെ പ്രൈസ് വന്ന റിയാക്ഷൻ ആണ്, പക്ഷെ എന്നിട്ട് അവിടെ നിന്ന് പോയില്ല. ഇപ്പൊ നോർമലി ഇത് ഇംബാലൻസ് ഫിൽ ചെയ്യാൻ വരുവാണെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞ ഒരു സ്പോണ്ടേനിയസ് മൂവ്മെന്റ് കിട്ടും. ഇവിടെ അതും വന്നിട്ട് ഓപ്ഷനിൽ ഞാൻ ഇന്ന് നൈറ്റ് ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്താൽ നാളെ ഒരു ഹൈ ഗ്യാപ്പിൽ മാർക്കറ്റ് ഓർഡർ. നോർമലി കേസിൽ ഭയങ്കരമായിട്ടുള്ള പ്രൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവത്തില്ല. പിന്നെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് കേട്ടോ. ചില ബ്രോക്കേഴ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്ത് അടിച്ചോളെ. വന്നിട്ടുണ്ടോ ഇന്ന് രാവിലത്തെ ബൈ അല്ലാണ്ട് ഗീവ് അവേ ചാനൽ എന്താ സംഭവം, അത് ഇമ്മാനുവല് പറഞ്ഞുതരും. അതൊക്കെ ഇമ്മാനുവലിന്റെ പ്ലാനാണ്. ഇവിടെ ഗിവ് അവേ കൊടുക്ക്. മോർണിംഗ് അറൌണ്ട് 10 ഒരു റേഞ്ച് വരുന്നുണ്ട്. മോർണിംഗില് ഞാനല്ല, കാർത്തികയാണ് ബൈ ആണ്, പക്ഷെ അത് ബ്രേക്ക് ചെയ്യണമായിപ്പോയി.
അത്യാവശ്യം നല്ല പോയിന്റ് മൂവ് ചെയ്ത, പക്ഷെ TP ജസ്റ്റ് ഹിറ്റ് ആവാണ്ട് തിരിച്ചു വന്ന് ബ്രേക്കാണ്. ക്ലിയർ ആയില്ലടാ വോയിസ് ഒന്നും. ചെറിയൊരു പോയിന്റിൽ എന്റെ TP മിസ്സായി, എന്നിട്ട് കൊണ്ട് ബ്രേക്ക് അടിച്ചു. ഇപ്പോൾ ഇപ്പൊ കേട്ട് സ്കാൽപ്പ് ഒന്നും ആയിട്ടില്ല ബ്രോ. ആക്ടിവിറ്റി റാങ്ക് ഇട്ടുണ്ട്. ഇത് എനിക്ക് ചാറ്റ് ബേസ് ചെയ്തിട്ടാന്ന് തോന്നുന്നില്ല. ഇത് കൂടാൻ എന്താ വേണ്ട എല്ലാം നിങ്ങള് എല്ലാവരും വാച്ച് ചെയ്യും. ഇതെങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്ക്. നമുക്കൊരു കിട്ടുമെന്ന് നോക്കാം ഈ ഒരു ഉണ്ടെങ്കിൽ എടുത്തോ കേട്ടോ. ഉണ്ടോ എന്തേലും? ഇത് വാലിഡ് ആണോ അതില് ഈ ഏരിയ? ആണോ? ഓക്കെ. അപ്പൊ അതുണ്ടെങ്കിൽ അത് പിടിച്ചോ കേട്ടോ ആ സെറ്റപ്പ്. ഓ ക്യാനിൽ ഇത്ര ഉണ്ടല്ലോ. എങ്ങനെയാണ് കൂട്ടുന്നത്? എങ്ങനെയാണ് നിഫ്റ്റി 2-3 റേഞ്ച്? ബ്രോ ബൈസ് ആണ് മൊത്തത്തിൽ. പക്ഷെ എനിക്ക് നിഫ്റ്റി കുറച്ചുകൂടി താഴെ വന്നാലേ ഒരു കൺഫർമേഷൻ ഉള്ളൂ. ഇപ്പം എനിക്കതൊരു ട്രാപ്പ് പോലെയാണ് തോന്നുന്നത്. കൂടുതൽ സെർവറിൽ ആക്ടിവിറ്റി സെക്കൻഡ് എൻട്രിയാ മറ്റേ 1 മിനിറ്റ്. കാർത്തയുടെ കുറച്ച് സീക്രട്ട് എൻട്രീസ് ഒക്കെ ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ പറഞ്ഞ്. ആക്ടിവിറ്റി കൂട്ടാനുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാർത്തിക പ്ലാനൊക്കെ. ജോഷി തമ്പിന്റെ ഗീവ് അവേ കിട്ടിയാൽ ഇതിൽ. പക്ഷെ ഇതിൽ പ്രധാന പ്രശ്നം ജോഷി തമ്പി ആരാണെന്ന് ഇമാനുവൽ അറിഞ്ഞൂടായിരിക്കും. ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ് ഇപ്പോഴും. അവൻ ആലോചിക്കാൻ വേണ്ടി ഒക്കെ തുടങ്ങിയ അവസരം ബ്രോക്കർ വീട്ടിൽ വന്നപ്പം ഇങ്ങനത്തെ കുട്ടി വേണമെന്നപ്പം ഒരു റഷ്യനിലെ ആൾക്കാരെ പോലത്തെ കുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ എന്തൊക്കെയോ ഇഷ്യൂ ഒക്കെ ആയിട്ടിരിക്കുകയാണ് ഇപ്പൊ. കാര്യം ബ്രോക്കറിന്റെ അടുത്ത് പറഞ്ഞ എനിക്കൊരു റഷ്യൻ ചിക്കനെ പോലത്തെ ആളെ വേണമെന്ന് പറഞ്ഞു. പുള്ളി അതെല്ലാവരുടെ അടുത്തും പറഞ്ഞ് ഇങ്ങനെ മൊത്തത്തിൽ ഇമാനുവൽ വീട്ടിൽ നിന്നൊക്കെ പുറത്തായി നിൽക്കുകയാണ്. പുള്ളി പ്രതികാരം നമ്മള് ലൈവ് അല്ലോ. അപ്പം ഇന്നിപ്പോ ഞാൻ കളിയാക്കിയല്ലോ. ഇപ്പൊ ഞാൻ നല്ല എന്തെങ്കിലും ഇന്നത്തെ ലൈവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇവൻ കട്ട് ചെയ്തോളാം യൂട്യൂബിൽ കയറ്റുമ്പോ. കുറെ നാള് കാർത്തിയുടെ വീഡിയോസ് എല്ലാം കട്ട് ചെയ്തിട്ടേക്ക്. എന്നെ മറ്റേ ഡിസ്കോഡിൽ നിന്ന് റിമൂവ്. ബട്ട് എഡിറ്റിംഗ് ഇതിലായിട്ട് കുറെ എഡിറ്റ്സും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മളെ ചാനലില് അല്ല, ചില ഗേൾസിന്റെ ഇൻസ്റ്റാ പേജിലാണ് ആ വീഡിയോസ് ഒക്കെ ഉള്ളത്. അപ്പം ഇതിലും കിടിലൻ സാധനങ്ങളുണ്ട്. ഞാൻ വേണമെങ്കിൽ എന്റെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്തത്. ഇൻസ്റ്റാ പേജ് പ്രൊഫൈല് നോക്കിക്കഴിഞ്ഞാൽ അതില് ഈ ഒരു ട്രേഡോ അത് ബന്ധമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല. കുറച്ച് ഗേൾസിന്റെ പ്രൊഫൈലും ഒക്കെ അങ്ങനത്തെ ഒക്കെ കാണാം. ഗേൾസിന്റെ പേര് ഇവൻ തുടങ്ങിയിട്ട് ഇവൻ ലൊക്കേഷൻ ഇട്ടേക്കുന്ന റഷ്യ എന്നാണ്. അപ്പൊ അവിടെ നിന്ന് മാച്ച് കിട്ടുമല്ലോ. റഷ്യൻ ഗേൾസിനെ പരിചയം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് അല്ല നിങ്ങക്ക് അവൻ ഇപ്പൊ ഇട്ടേക്കുന്ന ഇമോജിയിൽ വരെ അവനൊരു ബ്രില്യൻസ് ഒളിപ്പിച്ചിട്ടുണ്ട്. അവൻ എന്താ ഇഷ്ടമെന്ന് നിങ്ങക്ക് മനസ്സിലായി. ബ്രോന്റെ ലൈഫ് ഒന്ന് സെറ്റ് ആക്കി അതാ ട്രേഡ് നാളെ കിട്ടും. സേവ് ഇമ്മാനുവൽ എന്ന് പറഞ്ഞ നമുക്കൊരു ക്യാമ്പയിൻ ഇന്ന് ട്രേഡില്ല. റഷ്യ മുഖ്യ ബിഗലിന്റെ ഇപ്പൊ മറ്റേ ഈ റോൾ റോൾ ചാർട്ടിൽ മൂവി റിവെഞ്ച് മോഡ് ആളെ ഇങ്ങനെയൊക്കെയാണ്. ഇമ്മാനുവൽ മുക്കത്തവർക്ക് ഗീവ് കൊടുക്കുമ്പോ 4-5 കൊല്ലമായി പുറത്താണ്. നിഫ്റ്റിയിലുണ്ട് ബട്ട് ഭയങ്കരമായിട്ടുള്ള ഓർഡേഴ്സ്, മാസീവ് ഓർഡേഴ്സ് ഉള്ള ബാങ്ക് ഇതപ്പം അങ്ങനെ മറ്റേ ഓപ്ഷൻ ചാർട്ട് വലിയ മൂവ്മെന്റ് കിട്ടാണ്ട് കിടക്കും. അതാ ഇതൊന്ന് ഞാൻ ഇത് നോക്കിയാണ്. പക്ഷെ ഇത് ഇവിടെ മറ്റേ കൺഫർമേഷൻ കിട്ടില്ലല്ലോ ലോവർ ടൈം ഫ്രെയിമിൽ. നമുക്കത് ഈ ഒരു ലെവലിൽ വന്നാൽ നമുക്ക് പിടിക്കാം. നിഫ്റ്റിയിൽ എന്റെ സെറ്റപ്പിലൊന്നും ആയിരിച്ചോ? പ്രീമിയം ബോറിംഗ്. പക്ഷെ ബാങ്ക് മൂവ്മെന്റ് കിട്ടും. അതിന് നല്ല ഓർഡേഴ്സ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്ത ഏരിയ ആക്ച്വലി ഇതാണ്. അല്ലെങ്കിൽ ഇത് ഈ ലോ എങ്കിലും ഇത് എടുക്കണമായിരുന്നു. അത് മാത്രമല്ല, ഒന്നത് എടുത്തിട്ടില്ല. വീണ്ടും ഇവിടെ ഒരു റിസ്കിന് വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് നോക്കി. ആ ഒരു കൺഫർമേഷൻ ഇവിടെ കിട്ടിയിട്ടില്ല ഈ ഒരു ഏരിയയിൽ. കാർത്തികയുടെ ഈ സെറ്റപ്പ് ഇവിടെ ഇല്ലല്ലോ ബാങ്ക്.
സുഖമില്ല. എനിക്ക് ഇവിടെ ഞാൻ നോക്കില്ല ഓവർ ടൈം, പക്ഷെ എനിക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ രാവിലെ തൊട്ട് ബാങ്ക് നിഫ്റ്റിയിൽ എവിടെയെങ്കിലും ഒരു ബൈ ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലാണ്. ആറാറ്. ഞാൻ ഇത് ഈ ഏരിയ അല്ല, ഞാൻ ഇവിടെ നോക്കിയായിരുന്നു ഈ ബൈയെ. പക്ഷെ നല്ല എസ് എൽ ഭയങ്കരമായിട്ടുള്ള എസ് എൽ കയറി. പിന്നെ ഇത്ര മൂവ്മെന്റ് കിട്ടുമെന്ന് ഈ ഇതുവരെ ഇലക്കല്ലേ നമുക്ക് മാക്സിമം പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇത് കഴിഞ്ഞ ഇന്നത്തെ ദിവസമാണ് ഫ്രൈഡേയിൽ ഏരിയയാണ്. അപ്പൊ ഇതും കൂടെ ഈ ഒരു കൺഫർമേഷനും കൂടെ വെച്ചിട്ടാണ്, ഇതും ബ്രേക്കായി കൂടെ വെച്ചിട്ടാണ് ഇവിടെ കുറച്ച് സെല്ലേഴ്സ് ട്രാപ്പ് ആയിട്ടുണ്ട്. ഇത് ബേസ് ചെയ്ത് കുറച്ച് സെല്ല് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ക്രിപ്റ്റോയില് ഇട്ടിട്ടുണ്ടോ ഫണ്ട്? ഇന്നല്ലേ കയറുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇടുന്ന ആളല്ല. ഞാൻ എന്റെ കസിൻസ് ഒക്കെ കുറെ ഇന്നലെ കൊണ്ടുപോയി കുറെ ഫണ്ട്, പക്ഷെ അവരൊക്കെ എന്താ കഴിഞ്ഞ സാറ്റർഡേയോ ഫ്രൈഡേ എന്തോ അവൻ ഇട്ടിട്ട് അതിന്റെ 3x ആയി ഇൻവെസ്റ്റ് ചെയ്ത അമൗണ്ടിന്റെ. ഇന്ന് ക്രിപ്റ്റോ നല്ല മൂവ്മെന്റ് ഉണ്ട്. ഇന്ന് ട്രംപ് കയറുന്ന പുള്ളി സ്ഥാനം വയ്ക്കുന്ന ആ ഒരു എക്സ്പെക്ടേഷൻ. ഞാൻ കുറച്ച് ഫണ്ട് ഇട്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഫണ്ടല്ല, ഒരു പാർട്ടി ഫണ്ട് പോലെ ഒരു കുറച്ച് ഫണ്ട് ഞാൻ ഇന്നലെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് മേടിച്ച് ഒരു 1 hour കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 10% ഇടിഞ്ഞു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഒരു 28% അപ്പായി. അത്ര നോ ഐഡിയ ഹൗ ടു ഡു. എനിക്കും ക്രിപ്റ്റോയെ പറ്റി ഭയങ്കരമായിട്ടുള്ള നോളജ് എനിക്കില്ല. ബട്ട് ഈ ഡേറ്റ ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വർക്ക്. ഞാൻ ഇത് ഒരു ലോട്ടറി പോലെ കിട്ടട്ടെ എന്നുള്ള രീതി കിട്ടുക. USD ട്രംപിന്റെ ഒരു കോയിൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ബിനാൻസിലാണ് ഇത് ചെയ്തത്. ഉണ്ട്. അപ്പൊ അതില് നിങ്ങക്ക് അക്കൗണ്ട് എടുത്തിട്ട് അപ്പൊ തന്നെ പെട്ടെന്നാവും കേട്ടോ, പെട്ടെന്നാവും. എന്നിട്ട് നിങ്ങക്ക് മറ്റേ ഗൂഗിൾ പേ വഴിയോ അല്ലെ P2P വഴിയോ മറ്റേ വാലറ്റില് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ബൈ ചെയ്തിട്ടാ മതി. ആണെങ്കിൽ ചെറിയൊരു ഫണ്ട് ആഡ് ചെയ്ത് നോക്ക്. അറിഞ്ഞൂടാ, നാളെ ഇടിഞ്ഞു പോകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ലോട്ടറി എടുക്കുന്ന പോലെ കണ്ടാൽ മതി. ഇനി അഥവാ കയറിയാലോ, കാര്യം അയാളുടെ പേരിലുള്ള ഇതാണ്. പിന്നെ പുള്ളി ആ ടീം ഇപ്പൊ നിൽക്കുന്ന എല്ലാ ടീമും ഇപ്പം എലോൺ മസ്ക് ക്രിപ്റ്റോയെ സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ്. സോ ഫ്യൂച്ചറിൽ പിന്നെ ഇപ്പൊ എത്രയൊക്കെ ബാനും ഇതൊക്കെ വന്നാലും ഒരു പീരീഡ് കഴിയുമ്പോൾ ഇതൊക്കെ വന്നേ പറ്റുള്ളൂ. ചാൻസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇപ്പൊ ഒരു ഹൈപ്പിന്റെ പേരിൽ കയറുന്നതാണ്. കാര്യം ഇതിന്റെ പുറകിലൊരു പ്രോപ്പർ പ്രോജക്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതാ പറഞ്ഞ പാർട്ടി ഫണ്ട്. നിങ്ങൾ ചുമ്മാ വീക്കെൻഡ്സ് ഫണ്ട് ചുമ്മാ ഇട്ട് നോക്ക്. ഞാൻ ഇന്നോ നാളെ നല്ല രീതിയിൽ അത് ഇത്ര 50% കൂടുതലൊക്കെ ഇടിഞ്ഞാൽ ചിലപ്പോൾ അത് മൂവ് ചെയ്യും. മറ്റേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പം നോർമലി ക്രിപ്റ്റോ ഒക്കെ ചെയ്യുന്നത് അത്രയും അതിനെപ്പറ്റി ഓരോ പ്രൊജക്ട്സിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്തിട്ടൊക്കെയാണ്. പിന്നെ എനിക്ക് നോളജ് ഇല്ല ഇങ്ങനെ ഭയങ്കരമായിട്ട്. പിന്നെ കുറെ വരുന്നുണ്ട്. അതല്ലാണ്ട് നിങ്ങൾ മറ്റേ ETCയും BTC ഒക്കെ വാങ്ങുന്നത് നല്ലതാണ്. പ്രോപ്പർ ഇത് നിങ്ങൾ ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിക്ക് തന്നെ അത് കണ്ടാൽ മതി. ബട്ട് ബാക്കിയുള്ള മീം കോയിൻസ് ഒക്കെ റിസ്കിയാണ്. അതുകൊണ്ട് മേജർ ഫണ്ട്സ് ഒന്നും അല്ലാത്തത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കട്ടെ വേണമെങ്കിൽ. ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് വാഷ് ഔട്ട് ആകാതെ ഇത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ പെർസെന്റേജ് മൂവ് കാര്യങ്ങളെല്ലാം ആക്ച്വലി ചില സ്റ്റോക്കുകളിൽ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഡേ കൊണ്ടായിരിക്കില്ല. 1-2 ഡേ ഉണ്ട്, സോറി 1-2 വീക്ക് കൊണ്ടൊക്കെ നല്ല മൂവ്മെന്റ് കിട്ടുന്ന സ്റ്റോക്സ് ഉണ്ട്. നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ കിട്ടും. ഈ ഓർഡേഴ്സ് നല്ല രീതിയിൽ അതിൽ വർക്ക്ഔട്ട് ആവും. ഞാൻ അങ്ങനെയാണ് സ്വിങ് ചെയ്യുന്നത്. ട്രേഡ് അല്ല, ജസ്റ്റ് സ്വിങ്ങിന് വേണ്ടിയിട്ട്. നമുക്കാണെങ്കിൽ നെക്സ്റ്റ് ഒരു വീക്ക് തൊട്ടാണെങ്കിൽ ഞാൻ ഏതിലൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു സ്റ്റോക്കിൻ്റെ ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. വേണമെങ്കിൽ ചെറിയൊരു എമൗണ്ട് അതിൽ ഇട്ടിട്ട് പോയി നോക്കും. ഓർഡേഴ്സ് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം ഇന്നൊരു ഏരിയ സ്വിങ് ആണ്, ഞാൻ ഇൻട്രാഡേ അല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു വീക്കിൽ കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു ഇത്ര പെർസെന്റേജ് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യുക. കാര്യം ഭയങ്കരമായിട്ടുള്ള എമൗണ്ട് ഒക്കെ അതിൽ കയറി വരാൻ ചാൻസ് ഉണ്ട്. ഫോറക്സിന്റെ ലൈവ് ഇതുവരെ ഇല്ല, സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഫോറക്സ് ഫ്യൂച്ചേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ന്യൂയോർക്കിലാണ് ഫോറക്സ് ഫ്യൂച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 8 മണിക്ക് ശേഷം 7 മണിക്കാണ് മറ്റേത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പക്ഷെ 8 മണിക്ക് ശേഷമാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ 3 പേരും മാത്രമേ കാണത്തുള്ളൂ. ഇതിപ്പോ ഗ്രാജുവലി വൺസ് ഇന്ത്യൻ മാർക്കറ്റൊക്കെ ഒന്ന് ഈ ഒരു ലൈവ് നമ്മൾ പ്രോഗ്രാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓപ്ഷൻ ചെയ്യുമ്പോൾ പ്രീമിയം കംപ്ലീറ്റ് 0 ആവില്ല. ബ്രോ, ഞാൻ ക്രിപ്റ്റോയിൽ ഇത് ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാറില്ല. എനിക്ക് കുറച്ച് ചെറിയ ചെറിയ ഹോൾഡിങ്സ് മാത്രമേ ഉള്ളൂ. അത് ക്രിപ്റ്റോയിൽ ഇപ്പം ബേസിക്കലി ഒരു കോയിന്റെ പുറകെ ഒരു പ്രൊജക്ട്സ് കാണുമല്ലോ, അത് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം നമ്മളെ സ്റ്റോക്ക് നമ്മൾ മേടിക്കുമ്പോൾ അത് ഒരു കമ്പനി ബേസ്, ഒരു റിലയൻസിന്റെ സ്റ്റോക്ക് ആണെങ്കിൽ ആ കമ്പനിയുടെ പെർഫോമൻസ് പോലെയാണല്ലോ സ്റ്റോക്കിന്റെ ഗ്രോത്ത് വരുന്നത്, ഒരു ഫാക്ടർ. അതുപോലെയാണ് അതിൻ്റെ ഒരു പ്രോജക്റ്റ് കാണും, അത് ബേസ് ചെയ്തിട്ടായിരിക്കും. ബേസിൽ ഇത്ര ട്രാൻസാക്ഷൻസ് നടക്കണം, കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര നോളജ് ഇല്ല, ഒരു ബേസിക് ഐഡിയ മാത്രമേ ഉള്ളൂ ക്രിപ്റ്റോയിൽ.
അതുകൊണ്ടാണ് ഞാൻ അതിൽ ട്രേഡ് ഒന്നും ചെയ്യാത്തത്. മീൻസ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാം. അപ്പൊ ഹോൾഡിങ്സ് ഇട്ടിട്ടുണ്ട്. ക്രിപ്റ്റോയെ പറ്റി കുറച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് വലിയ നോളജ് ഇല്ല അതിനെപ്പറ്റി. ഫോറക്സോ സ്റ്റോക്കോ അതൊക്കെ എന്നെ അടുത്ത് ചോദിച്ചോ. ക്രിപ്റ്റോ പക്ഷെ എനിക്ക് അറിയുന്ന കുറച്ച് പേര് ചെയ്യുന്നുണ്ട് അതിൽ ഈ സ്റ്റഡി. ഇൻവെസ്റ്റ് ചെയ്താൽ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവില്ല, ഇഫ് ഇറ്റ് ഗോ ബിലോ. ഓ അങ്ങനെയാണോ? ഇപ്പം ബ്രോ അതിൽ ലിവറേജ് ഒന്നും ഇല്ലല്ലോ. മീൻസ് അങ്ങനെ ഇപ്പൊ ട്രേഡ് അല്ല ഞാൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു $500 എമൗണ്ട് ആണ് $500 മേടിച്ചെങ്കിൽ ആ ഒരു വാല്യൂന്റെ ഇതാണ്. അപ്പം ഇൻ കേസ് ഏതെങ്കിലും ഒരു പോയിന്റിൽ അതും ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു, ഫുൾ അങ്ങ് വാഷ് ഔട്ട് ആവും. അതിനൊക്കെ പോകാനുള്ള ചാൻസ് ലിവറേജ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല മേടിക്കുന്നത്. പിന്നെ ഇതിൽ എസ് എൽ നമ്മൾ എപ്പോഴാണ് വെക്കുന്ന ഒരു ഇൻട്രാഡേ ട്രേഡ് അങ്ങനെ ചെയ്യുമ്പോഴല്ലേ ഇതിന്റെ പോയിന്റ് താഴോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ ഇപ്പൊ നമ്മൾ എപ്പോഴും എസ് എൽ പോയിന്റ് യൂസ് ചെയ്യുന്നതാണ്. ഈ ലോയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ബൈ എടുക്കുകയാണ് ഈ പോയിന്റിൽ, അപ്പം ഈ ഏരിയയിൽ ഇതിന്റെ താഴെ ഞാൻ എസ് എൽ വെക്കും. അതിന്റെ മീനിങ് ഇതിന്റെ താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൈസിന്റെ ഓവറോൾ ഡയറക്ഷൻ തെറ്റാണ് എന്നൊക്കെയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ബൈ മാത്രമല്ലേ ഉള്ളൂ, ഷോർട്ട് സെല്ലിംഗ് ഇല്ലല്ലോ. ട്രേഡ് ചെയ്യാൻ പറ്റും, ബട്ട് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഒറ്റ ഇതാണ്. നമ്മൾ സ്റ്റോക്ക് മേടിക്കുമ്പോൾ അങ്ങനെയല്ലേ, ഇത് മുകളിലോട്ട് പോവും, ഒറ്റൊരു ഡയറക്ഷൻ അവിടെ ഉള്ളു. എസ് എൽ ഇല്ല. ബ്രോക്കർ ഏത് ആണ് യൂസ് ചെയ്യുന്നത്? ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഏഞ്ചൽ വൺ, FX ആണെങ്കിൽ FXTM, ക്രിപ്റ്റോ ആണ് യൂസ് ചെയ്യുമെങ്കിൽ ഞാൻ ബിനാൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡൗട്ട് ഇപ്പൊ ക്ലിയർ ആയി. FXല് FXTM നല്ല FX ബ്രോക്കർ ചെയ്യാനായിട്ട്, കറൻസി കോയിൻസ് ഒക്കെ ചെയ്യാനായിട്ട് പ്രോസ്പെക്ട് അക്കൗണ്ട് ഉണ്ട്. പിന്നെ ഞാനിത് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ FXTM. നിങ്ങൾ ക്യാം ഓണല്ലോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഹുഡ് ഇട്ടിട്ടുണ്ട്, അത് FXTM ആക്ച്വലി എനിക്ക് പ്രൊവൈഡ് ചെയ്തതാണ്. പക്ഷെ ഞാൻ അവരെ മാർക്കറ്റ് ചെയ്യുന്നതല്ല, ജസ്റ്റ് എനിക്ക് തന്നതാണ്. എനിക്ക് അങ്ങനെ IP അതൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എനിക്കത് ബെറ്റർ ആയിട്ട് തോന്നി പേ ഔട്ടും പിന്നെ റോസ്പെഡും ഒക്കെയാണ്. ഫോറക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രോക്കർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് അത് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും നല്ലൊരു ബ്രോക്കറിൽ നിങ്ങൾ ചെയ്യുക. FXTM ആണെങ്കിൽ പോലും ഞാനത് പറഞ്ഞു വെച്ചാൽ ഇവിടെ അവരുടെ ഓഫീസ് ഇവിടെ ഉണ്ട് ട്രിവാൻഡ്രത്ത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എക്സനസ് നല്ല ബ്രോക്കറാണ്. നിങ്ങൾ എപ്പോഴും എടുക്കുമ്പം റോ സ്പ്രെഡ് ആയിട്ട് കിട്ടുന്ന ഒരു ഇതും പിന്നെ പെട്ടെന്ന് ഫാസ്റ്റ് പേ ഔട്ട് ചെയ്തു. കാര്യം നമുക്ക് ഇന്ത്യയിൽ നിന്നായതുകൊണ്ട് ഉണ്ടല്ലോ, ഇച്ചിരി കമ്മീഷൻ കൂടിയാലും കുഴപ്പമില്ല, സ്പ്രെഡ് ഭയങ്കര കുറവായിരിക്കണം, ആ രീതിയിൽ കിട്ടണം. ബൈ ഇന്ത്യൻ ബാൻ എക്സനസ്. ഇത് ഇന്ത്യയിൽ ഫോറക്സ് ലീഗലല്ലോ ബ്രോ, അതുകൊണ്ടാണ് പേ ഔട്ട് എങ്ങനെ എടുക്കില്ല. FXTM ആണെങ്കിൽ ഇതൊന്നുമില്ല. ഇപ്പം വിഡ്രോ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഡിസംബറിൽ ഡിലേന്ന് വെച്ചാൽ ഒരു ദിവസം എടുക്കുമായിരുന്നു. ഡയറക്റ്റ് ബാങ്കിലോട്ട് ബ്ലോക്ക് ഒന്നും വന്നിട്ടില്ല. ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ പ്രൈവറ്റ് അക്കൗണ്ടിൽ നിന്നാണ് ഫണ്ട് കയറുന്നത്. ഇന്ത്യയിൽ ഫോറക്സ് ബാൻ ആയതുകൊണ്ടാണ് അവര് ബാൻ എന്ന് വെച്ചാൽ നമ്മളെ ഈ ടെലിഗ്രാമിൽ നിന്ന് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയില്ലേ, അതുപോലെ ഉള്ളൂ. അതായത് എല്ലാരും ചെയ്യും, പക്ഷെ അത് ചെയ്തുകൂടാന്ന് പറയും. അവർ പറയുന്നത് അത് GDP ബാധിക്കും എന്നൊക്കെയാണ്. ആക്ച്വൽ ടാക്സോ കമ്മീഷനോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് JetFX മലയാളീസ് എന്നെ കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. എനിക്ക് അത്ര ഒരു സുഖം തോന്നിയില്ല, അത് കൊണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. ഇപ്പൊ എങ്ങനെയാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല. ജസ്റ്റ് ഒരു എൻക്വയറി പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ബ്രോക്കറേജ് പ്രോപ്പർ അല്ലെങ്കിൽ കാര്യം കുറെ സ്കാമും ഒക്കെ ഇങ്ങനെ നമ്മുടെ പൈസയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ ആരെങ്കിലും കൊണ്ട് അവർ മാർക്കറ്റ് ചെയ്യിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളല്ല ഈ ഫീൽഡിൽ, ബട്ട് ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ ഈ ഫീൽഡിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ, അല്ലെങ്കിൽ ഒരു അപ്കമിങ് ഇൻഫ്ലുവൻസറിൽ വലിയ ഇതൊന്നും ഇല്ല, ബട്ട് ഇങ്ങനെ ജസ്റ്റ് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടിട്ട് ഒരു മാർക്കറ്റ് ചെയ്യിക്കും. ഞാൻ ഇവരെ പേരല്ല കേട്ടോ പറഞ്ഞത്, പൊതുവെ കുറെ ബ്രോക്കേഴ്സ് അങ്ങനെ സ്കാം ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയുന്ന ഒരാൾ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. ഒറ്റയടിക്ക് ഇത് നിർത്തിപ്പോവും. അപ്പം ഇയാളുടെ പേരിലായിരിക്കും മാർക്കറ്റ് ചെയ്തത്, അപ്പൊ അയാൾ പ്രശ്നത്തിലായി പോകും. കാര്യം ഇത് കേസ് ഒന്നും പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റില്ല. കാര്യം ഫോറക്സിന് വേണ്ടിയിട്ടല്ലേ, കുറെ ലൂപ്പ് ഹോൾസ് ആണ്. നമ്മുടെ ഗുഡ് ലക്ക് 9% BTC അല്ലേ, BTC ഒക്കെ എന്തായാലും കയറും, ഉറപ്പാണ്. ഇത് എന്താവുന്നില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ ഇട്ടതാ, കയറുമില്ലെന്ന്. എന്റെ കുറച്ച് കസിൻസ് ഇട്ടിട്ട് അവർക്ക് അത് 3x അടുപ്പിച്ചായി. മൈ ടോക്കൺ എന്നൊരു സ്കാനിൽ ക്യാഷ് പോയൊരു അധഭാഗ്യനാണ് ഞാൻ. പ്രോപ്പർ മീം കോയിൻസ് എല്ലാം നമ്മൾ പെന്നി സ്റ്റോക്സ് പോലെയാണ്. പെന്നി സ്റ്റോക്സിനെ കണ്ടി ഡേഞ്ചർ ആണ്, നമുക്ക് എപ്പോൾ എന്ത് പറ്റുമെന്ന് പറയാം. ബട്ട് ഇത്ര റിട്ടേൺസ് കിട്ടും. അപ്പം നിങ്ങൾ മെയിൻ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അതിലിടണമെന്നില്ല. അതിനെക്കാട്ടിയും നമ്മൾ ചുമ്മാ ജസ്റ്റ് വീക്കെൻഡ് ഒക്കെ കത്തിച്ച് കളയുന്ന കാശ് ചുമ്മാ വന്നിട്ട് അത്രയുള്ളൂ. കാര്യം നമുക്ക് ഇതിൽ നിന്ന് നല്ല ഉണ്ട് കേട്ടോ. കാശില്ലാത്ത ഇപ്പം എന്നെ 2-3 ദിവസം ഉണ്ട്, അവരിപ്പം
പഠിക്കുന്നേ ഉള്ളൂ. അപ്പൊ അവര് ഈ ടെലിഗ്രാമിൽ എന്തൊക്കെയോ പ്രോജക്ട്സ് ഉണ്ട്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോയിൻസ് ഒക്കെ കിട്ടും മറ്റേ എയർ ഡ്രോപ്പ് വഴിയൊക്കെ. അപ്പൊ അവര് അതൊക്കെ പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആർബിട്രേജ് ആക്ച്വലി ബാൻഡ് അല്ലേ, മറ്റേ ജെഫ്റ്റി പോലെ അല്ലേ, ഏതൊക്കെയോ ഇത് ബാൻഡാണ്. ഞാൻ ഇതുപോലെ ഇവിടെ കേരളത്തിൽ ഇതുപോലെ ഒരു കോയിൻ ആണോ, പേര് ഇതാണോ എന്ന് എനിക്കറിയില്ല. ഉണ്ട് ഇങ്ങനെ ഒരു കോയിൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കോയിൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് കാര്യമില്ല. പാർട്ടി ഫണ്ട് ഗ്രൂപ്പിന് വേണ്ടിയുള്ളതാണോ, ഈ ഗ്രൂപ്പാണോ, ഗ്രൂപ്പ് നമുക്ക് ഞാൻ നമുക്ക് ജീവിക്കേണ്ട കാശ് ഇതില്. പാർട്ടിയൊക്കെ സെറ്റായിട്ട് എപ്പോഴും കൂടുന്ന ഇമ്മാനുവലാണ്. ഞാനും കാർത്തിയൊക്കെ പിന്നെ അങ്ങനെ വലിയ പരിപാടി അല്ലെ. അതിൽ ഏറ്റവും കൂടുതൽ പാർട്ടി അങ്ങനത്തെ ചില്ല് ചെയ്ത് നടക്കുന്നതാണ് ഇമ്മാനുവലാണ്. ഞാനും കാർത്തിയൊക്കെ വീട് വിട്ടാ ട്രേഡ്, ട്രേഡ് വിട്ടാ വീട്. പാർട്ടി ഫണ്ട് ഗ്രൂപ്പ് ഇത് ട്യൂർ ആയി കാണാം. ഓക്കെ, ട്യൂർ ആയല്ലേ, ഞാൻ ഇത് എവിടെ കേട്ടിട്ടുണ്ട്. കോമ്പാക്ട് കോയിൻ ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടോ? എന്റെ കുറച്ച് ഫ്രണ്ട്സ് അത് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. അതെന്തായത് കുറെ ട്രോളൊക്കെ കാണുന്നുണ്ട് അതിന്റെ. റെസ്റ്റ് തരും, ആർക്കും വേണ്ട. കമ്മ്യൂണിറ്റി വീണ്ടും സെറ്റ് ആക്കാം. കമ്മ്യൂണിറ്റി കാർത്തിക കുറച്ച് ദിവസമായിട്ട് അവിടെ വേണേ അവിടെ വെച്ചിട്ട് കമ്മ്യൂണിറ്റി മീറ്റ് സെറ്റ് ആക്കാം. അതെ, പക്ഷെ അതിനിടയ്ക്കാണ് വയ്യണ്ടായത്. അപ്പൊ ബർത്ത്ഡേക്ക് റനീഷ് ചേട്ടൻ കർത്തിയുടെ ഹസ്ബൻഡ് ഇവിടെ ഒരു ട്രോൾ വീഡിയോ ഉണ്ടാക്കി, ഒരു കിട്ടിലെ ട്രോൾ വീഡിയോ. പിന്നെ അടുത്ത കേക്ക് അത് ഞാൻ ചോദിച്ചു, ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇത് ഇട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചാണ്. അത് കഴിഞ്ഞ് പിന്നെ കേൾക്കുന്ന ന്യൂസ് പുള്ളിയുടെ കാല് ഒടിഞ്ഞു എന്നാണ്. ഒടിഞ്ഞ് നല്ല ഡിസ്ലൊക്കേറ്റഡ് ആയി. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാം. അങ്ങനെ ഞങ്ങളെ ട്രിപ്പൊക്കെ ക്യാൻസൽ ആയി. ഇതത് ഡൽഹിയിൽ സെറ്റാക്കാൻ. ഡൽഹി അടുത്തല്ലേ, കുറച്ച് 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ആശാന്റെ കാല് തല്ലി പിടിച്ചു. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ട്വീറ്റ് ഇടാൻ ചോദിക്കാം. എന്റെ റഷ്യൻ ചിക്സിന്റെ ഫോട്ടോ താഴെ. ഈ കോട്ട മാർക്കറ്റ് ബാക്ക് ടു ആ ഒരു സ്റ്റേജിലോട്ട് വരെ കാണാം. ബഡ്ജറ്റിന്റെ ഡേറ്റ് എന്നാന്ന് ഇതായോ, ഞാൻ ഇത് കൺഫേം ആയത് നമ്മുടെ ഏതോ സാറ്റർഡേ ആണ്. ആ സാറ്റർഡേ ആക്ച്വലി മാർക്കറ്റ് തുറക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് ബഡ്ജറ്റിൽ ട്രേഡ് ചെയ്യാൻ നല്ല റിസ്ക് ആണ്. കഴിഞ്ഞ ഇലക്ഷൻ ടൈം പോലെയൊക്കെ ആയിരിക്കും. ഇലക്ഷന്റെ നമ്മള് ബ്ലഡ് ബാത്ത് കണ്ടു. കഴിഞ്ഞ ഇലക്ഷൻ ലാസ്റ്റ് ഏരിയയിൽ കയറിപ്പോയി. ഇപ്പൊ ചെറിയൊരു ഇപ്പൊ കയറിപ്പോയി. ഇവിടുന്നോ ആ താഴെ ഏറ്റവും ലാസ്റ്റ് അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇത് കുറച്ചുകൂടി ഈ ഒരു ഏരിയയിൽ വന്നാൽ എന്തെങ്കിലും ഉള്ളൂ. ഇതില് ചിലപ്പോ ഒരു പമ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ആക്സിസ് ബാങ്കിലൊക്കെ. ഇത് ഇപ്പൊ ഇങ്ങനെ കണ്ടിട്ട് ഈ തിരിച്ച് ഈ ഒരു ഏരിയയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് തൊട്ട് സ്റ്റോക്ക് നോക്കിയിട്ടാണ്. ഫെബ്രുവരി 1 ആണെന്ന് പറയുന്നല്ലേ. ഏതിലാ ക്ലിയർ ആയില്ല? ഫോറക്സിലോ? MNQ ആണോ? സീക്രട്ട് സ്ട്രാറ്റജി ബൈ വർക്കൗട്ട് ആവുന്നു. സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യാറില്ല ബ്രോ. ഞാൻ പറഞ്ഞ സ്വിങ്ങിന് വേണ്ടി ഹോൾഡ് ചെയ്യും. സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇൻട്രാഡേ ചെയ്യാറില്ല ബ്രോ. ഇൻട്രാഡേ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി തന്നെ ചെയ്യാറുണ്ട്. കാര്യം ഇപ്പം അതിൽ വരുന്ന ഓർഡേഴ്സ് മാറിപ്പോകും. ചില സമയത്ത് മാറിപ്പോന്ന് വെച്ചാൽ ഇപ്പൊ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇതാണ് സ്ഥിരം ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പം ദിവസം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഭയങ്കര മാസീവ് ആയിട്ടുള്ള ഓർഡേഴ്സ് ബാങ്ക് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഒരൊറ്റ ഇത് നോക്കുമ്പോൾ പല സ്റ്റോക്കാണ്. അപ്പൊ ഓരോന്നിലും ഓരോ രീതിയിലാണ് ഓർഡേഴ്സ് വീഴുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻട്രാഡേ മേടിച്ചില്ല. ഒരു ഫണ്ട് അക്കൗണ്ട് പേ ഔട്ട് എടുക്കുന്നു. വർക്കൗട്ട് ആയത് ഫോറക്സ്. ആക്ച്വലി ഫോറക്സും കൂടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഇതൊന്ന് റെഡി ആയിട്ട് കൂടെ ഒരുമിച്ചായ ചിലപ്പം കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്ക് ഇതിലെല്ലാരും ഒന്ന് കട്ട് ചെയ്യാം. രണ്ടും കൂടെ ആയി കഴിഞ്ഞാൽ ചിലപ്പം കിളി മാറിപ്പോ. നമ്മൾ ആദ്യമൊക്കെ ഇരുന്നത് ഓർമ്മയില്ല. ഫോറക്സിന്റെ മെയിൻ ആള് മാനുവലാണല്ലോ പുള്ളി. റഷ്യൻ എഡിറ്റർ പുള്ളി കിടലായിട്ട് എഡിറ്റ് ചെയ്യും. പക്ഷെ പുള്ളി എഡിറ്റർ എന്ന് വിളിക്കുന്ന മാത്രം ഇഷ്ടമല്ല. നിങ്ങൾ ഏതൊരു സിനിമ ഉണ്ടല്ലോ എന്നെ എത്ര വേണോ ഞാൻ എഡിറ്റ് ചെയ്യും. പക്ഷെ ബാങ്ക് നിഫ്റ്റി ഉണ്ടെങ്കിലും ബൈ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മൂവ്മെന്റ് ഇല്ല. ബാങ്ക് നിഫ്റ്റി ഒരു മൂവ്മെന്റ് കൂടി കിട്ടേണ്ടതാണ് കേട്ടോ.
എനിക്ക് കാര്യമില്ല, മൂവ്മെന്റ് നടക്കുന്നില്ല. MNQ TP ഇടിക്കാറായോ? കേറിയല്ലേ? അതിപ്പം ടീപ്പ് മൂവ്മെന്റ് നടക്കുന്നില്ല എന്നാണ് പ്രീമിയം മൂവ്മെന്റ് നടക്കുന്നില്ല എന്ന് പ്രീമിയം മൂവ്മെന്റ് ആണോ ഉദ്ദേശിച്ചത്? പ്രീമിയം അല്ലേ മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ ആയോ ട്രേഡ്? ബ്രേക്ക് ഈവൻ ആയോ മീൻസ് ബ്രേക്ക് ഈവൻ വെച്ചോ ഇതല്ലേ ഫൈനൽ TP പഠിക്കും. 1 മിനിറ്റിൽ ഒരു മൂവ്മെന്റ്. എക്സൽ ട്രയൽ ചെയ്തിട്ടില്ലേ? ഇന്ത്യൻ മാർക്കറ്റ് വാച്ചിങ് ആൻഡ് ബാക്കിൽ US മാർക്കറ്റിൽ ഫുൾ മൈനിങ്. എന്താ നമുക്കൊന്ന് ട്രേഡ് വരാനായിട്ട് കറക്റ്റ് അവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യും. MNQ നിങ്ങൾ വാച്ച് ചെയ്തോട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് ആക്ഷൻ ഒക്കെ വർക്ക്ഔട്ട് ആവുന്ന ഒരു സാധനം AGF പിന്നീട് ഈ സാധനം ഇവിടെ ഇത് ഭയങ്കര നല്ല പോയിന്റ് ആയി ഏരിയ. പ്രീമിയത്തിൽ ഇത്ര മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല, പക്ഷെ ഓർഡേഴ്സ് ഭയങ്കര കുറഞ്ഞിട്ടുണ്ട് ഈ ഏരിയയില്. പക്ഷെ ഇത് ഇൻ കേസ് നാളത്തേക്ക് ഒരു പ്ലാൻ പറയാണ്, മോർണിംഗ് സെറ്റപ്പ്. അതായത് ഞാൻ പ്ലാൻ ചെയ്തോണ്ടിരുന്നത് ഇതിന്റെ താഴെ വന്ന ബൈ ആണ് നമ്മൾ പ്ലാൻ ചെയ്തോണ്ടിരുന്നത്. ഇൻ കേസ് നാളെ പ്രൈസ് ഓൾമോസ്റ്റ് വലിയ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ അല്ലാണ്ട് ഈ ഒരു ഏരിയയിലാണ് തുടങ്ങുന്നത്, ദെൻ ഇതോ ഒന്ന് സ്വീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ബുള്ളിഷ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും എൻട്രി ഉണ്ടെങ്കിൽ അത് പിടിച്ചോണം എക്സോഷനിൽ. ഇത് ഈ ഒരു ഏരിയ ഒക്കെ ടാർഗറ്റ് ചെയ്ത്, കാര്യം ഇവിടെ വരാൻ റീസൺ ഉണ്ട്. ഇങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടുമെങ്കിൽ മോർണിംഗ് സെറ്റപ്പ് എടുത്തോണേ. നമുക്ക് പതുക്കെ ഒരു നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ലൈവ് ഒരു 10-10:30 ഫിക്സഡ് ഒരു ടൈം വെച്ച് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റോക്കിന്റെ അങ്ങനെയുള്ള കുറച്ച് അപ്ഡേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതുവരെ നിങ്ങൾക്ക് ഇത് കിട്ടുവാണെങ്കിൽ, ഇന്നൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് ആകെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നുള്ളത് ബ്രേക്ക് ഈവനായി രാവിലെ എടുത്തത്. പക്ഷെ അത്യാവശ്യം നല്ല പോയിന്റ് പോയതല്ലേ, ടാർഗറ്റ് അടിച്ചാണ്. ടാർഗറ്റ് സെറ്റ് ആയിട്ട് ഒറ്റ അടിക്ക് വന്നത് പ്രതീക്ഷിക്കാതായിരുന്നു. ഇപ്പൊ എനിക്ക് ഈ ഒരു ഏരിയയിൽ ബൈ മിസ്സായി. ഫസ്റ്റ് എൻട്രി മിസ്സായല്ല, നെക്സ്റ്റ് ഇത് കിട്ടിയില്ല. ഇനിയിപ്പോ 5 മിനിറ്റ്സ് കൂടിയേ ഉള്ളൂ. ഞാൻ ബ്രേക്ക് ചെയ്യാനല്ലേ 10:30 രാവിലെ ഫസ്റ്റ് എപ്പോഴും ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇമ്മാനുവല്ല. ഞങ്ങളെല്ലാം വിളിച്ചെണീപ്പിച്ച് ട്രേഡിന് പിടിച്ചിരുത്തുന്നത് വരെ ഇമ്മാനുവല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇമ്മാനുവൽ ട്രേഡ് ഹോസ്റ്റ് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ എന്താണോ പറയുന്ന നമുക്ക് ഞാനൊരു പോൾ ഇടാം. ഇമ്മാനുവൽ ബ്രോ ഈ കമ്മ്യൂണിറ്റിയുടെ ഐശ്വര്യം പോൾ ഇട്ടിട്ട് നമുക്ക് വോട്ട് ചെറവറാവരും. ഒരാള് മിക്കവാറും അവനായിരിക്കും. ബാക്കി എല്ലാവർക്കും ഇമ്മാനുവലിന്റെ ഫാൻ ബേസ്. അപ്പൊ ഇന്നത്തേക്ക് എൻഡ് ചെയ്യട്ടെ. 3 ഹവറായി. ഈ ക്യാൻഡലിൽ കിട്ടിയിട്ടും കാര്യമില്ല, 2:55 മോർണിംഗ് സെറ്റപ്പ് ഇതാണ്. ഈ ഏരിയ പ്രൈസ് പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ. ഇതാണ് പ്രൈസ് പോയിന്റ് 49530.05. ഇൻ കേസ് ഇതിന്റെ സ്വീപ്പ് എങ്ങാനും ഇത് പണി സ്വീപ്പ് നടക്കുന്നതെന്ന് വെച്ചോ, ആണെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഒരു ബുള്ളിഷ് വ്യൂ ഇട്ട് കഴിഞ്ഞാൽ ഇതുവരെ ബൈ ചെയ്യാം കേട്ടോ. അതല്ല നാളെയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ സെയിം സാധനം, ഇതിന്റെ ലോയോ അല്ലെങ്കിൽ ഈ ഹൈയോ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ബ്രേക്ക് ആവുകയാണെങ്കിൽ പ്ലാൻ ക്യാൻസൽ ആണ്. ഞാൻ ഇന്നത്തേക്ക് എൻഡ് ചെയ്യട്ടെ, നമുക്ക് നാളെ ഇരിക്കാം.